ഓസ്ട്രേലിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. സോഫ്റ്റ് സ്കിൽ ട്രെയിനർമാരായി ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തുടനീളം 40-ൽ പരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി കോയമ്പത്തൂർ രത്തിനപുരി ഗാന്ധിജി റോഡിൽ ശ്രീരാം ശങ്കരി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആസ്റ്റൺ മൊണ്ടീറോ എന്ന് വിളിക്കുന്ന മധുസൂദനനാണ് നൂറനാട് പോലീസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023-ലാണ് പ്രതിയും കൂട്ടാളികളും തട്ടിപ്പ് ആരംഭിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഇവർ നൽകിയ പരസ്യം കണ്ട് നിരവധി യുവാക്കളും യുവതികളും ജോലിക്കായി ബയോഡേറ്റ സമർപ്പിച്ചു. ആകർഷകമായ ജോലിയും ശമ്പളവും ഓസ്ട്രേലിയയിൽ സ്ഥിരം വിസയും വാഗ്ദാനം ചെയ്തു. ഇതിനിടയിൽ മധുസൂദനൻ കമ്പനി പ്രതിനിധി എന്ന ഭാവേന ഓൺലൈനായി ഇന്റർവ്യൂ നടത്തി. തിരുവനന്തപുരത്തും എറണാകുളത്തും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഇന്റർവ്യൂ നടന്നു. ചെന്നൈയിൽ നിന്നും വിമാനത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇറങ്ങി ആഡംബര കാറുകളിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെത്തിയ മധുസൂദനൻ ആസ്റ്റൺ മൊണ്ടീറോ എന്ന ഓസ്ട്രേലിയൻ പൗരനാണ് എന്ന് പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികളെ പരിചയപ്പെട്ടത്. കൂട്ടാളികൾ ബോസ് എന്ന് വിളിക്കുന്ന ഇയാളുടെ വ്യക്തിപ്രഭാവത്തിലും ഇന്റർവ്യൂവിലും വിശ്വാസമർപ്പിച്ച് 40ഓളം യുവാക്കളും യുവതികളും ജോലി കിട്ടുമെന്നുറപ്പിച്ച് ആവശ്യപ്പെട്ട 7 ലക്ഷം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. എന്നാൽ പണം കിട്ടിയ ശേഷം ഈ സംഘം കടന്നുകളഞ്ഞു. ആലപ്പുഴയിലെ നൂറനാടടക്കം സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. നൂറനാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലേക്ക് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ കൂട്ടുപ്രതിയായ ചാലക്കുടി സ്വദേശി വിദേശത്തേക്ക് കടന്നു എന്ന് വ്യക്തമായി. അയാൾക്കെതിരെയും മധുസൂദനനെതിരെയും ലുക്കൌട്ട് സർക്കുലറുകൾ പുറപ്പെടുവിച്ചു. മധുസൂദനൻ രാജ്യം വിട്ടിട്ടില്ലെന്ന് മനസ്സിലായതിനെ തുടർന്ന് ഇയാൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. മധുസൂദനന്റെ പാസ്പോർട്ട് രേഖകളും വിദേശയാത്രാ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു. തുടർന്നാണ് ബംഗളൂരുവിൽ ഉദയനഗർ എന്ന സ്ഥലത്ത് പേയിങ് ഗസ്റ്റായി താമസിച്ചു വന്നിരുന്ന മധുസൂദനനെ നൂറനാട് പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത്. 24 ആലപ്പുഴ.